family when family's all that we got. Everything I went through, you were standing there by my side. And now you gon' be with me for the last ride. Hey guys, അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത് പാറ വരെ പോയിട്ട് വരാമെന്ന് വെച്ച് ഞാനുണ്ട്, അമലുണ്ട്, രാഹുലും അരുണോട് അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഗായ്സ്. ഇതാണ് അമല് പഠിച്ച സ്കൂള്. വണ്ടി വലിക്കുന്നില്ല ഗായ്സ്, നമ്മൾ വിട്ടു ഗായ്സ്. ഇതാണ് അമലിൻ്റെ കുട്ടിക്കാലം മൊത്തം എന്താണ് കളിച്ച് കിടന്ന വണ്ടി ഓട്ടിക്കാനും അറിഞ്ഞൂടെ ഇവിടെയൊക്കെയാണ് തപ്പിപ്പറക്കണൊക്കെ. നമ്മൾ സ്ഥലത്തെത്തി സുഹൃത്തുക്കളെ. നമ്മള് രാഹുലും അമലും അരുണോടായിട്ട് നടന്നു പോകുന്നുണ്ട്. സുഹൃത്തുക്കളെ എന്നെ കാണാൻ പറ്റുമോ? നീ പറ, നിന്നെ കാണാം. എവിടെയെങ്കിലും ഒന്ന് ഇവിടെ വന്നിരിക്കുമ്പോ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്. നമ്മളെ മെയിൻ സ്പോട്ടാണ്. നമ്മള് കൂടെ കൂടെ വന്നിരിക്കാറൊക്കെ ഉണ്ട്. നമ്മളെ ഈ കൂട്ടുകാരുടെ ഒരു കാടെന്ന് പറയുന്നത് ഒരു വിഷയമാണ്. ഇല്ലേ, നമ്മളന്ന് 8ാം ക്ലാസ്സിൽ വന്നപ്പോ ഇവിടെ ഒന്നും കാടില്ലേ? ഓർമ്മ കാട് കാണിച്ചു കൊടുക്കണ കാട്. അതാണ് കയറിയത്. നമ്മൾ 8ാം ക്ലാസ് കഴിഞ്ഞിട്ട് 5 വർഷമല്ലേടാ അവള്? 5 വർഷം അല്ല, 5 എത്ര വർഷമായി കാണും? നമ്മള് 8ാം ക്ലാസ് കഴിഞ്ഞിട്ട് 8 വർഷം 7 വർഷമോ 7-8 വർഷമായി. 7 വർഷം 7 വർഷമായി. ഈ സ്ഥലം മാത്രം ഇങ്ങനെ കാണുള്ളൂ. നമ്മളാ വന്നിരിക്കുന്ന സമയത്ത് സന്തോഷവും സമാധാനവും തോന്നുന്ന പോസിറ്റീവ് വൈബാണ്. മെയിൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബാണ്. അത് ഞാൻ പറഞ്ഞില്ലേ ജനിച്ചത് ഇവിടെയല്ല. ഞാൻ ഈ മലയിലേക്ക് കയറുന്ന ഫോട്ടോസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മള് വീഡിയോയിൽ ആഡ് ചെയ്യാം. പാറയിൽ കയറി ഞാൻ ഇങ്ങനെ പോണ ഒരു ഫോട്ടോസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം വീഡിയോയില്. അതെ കഴിഞ്ഞ അവിടെ വന്നപ്പോ നീരോടെ പിടിച്ച് കളയത് എല്ലി പറ്റിയൊന്നുമില്ല. കാലിടിച്ച് അവിടെ കിടന്ന് നിക്കറ് കീറി. ഞാൻ പൂജപ്പുര കണ്ടേ, നിക്കറ് കീറി പൂജപ്പുര കണ്ട്. അന്നത്തെ പ്രായമല്ലടാ, മൈൻഡ് സെറ്റ് അതല്ല. പ്രായോ കഴിഞ്ഞേനെ വന്നപ്പോഴാ വയസ്സുണ്ടോ? കഴിഞ്ഞൊരു ഐഡിയ ആയിരുന്നു കേട്ടാ. ഇപ്പോഴും വലിയ സുഹൃത്തുക്കളെ, സംഭവം കണ്ട കൂട്ടത്തിൽ ഇവനാണ് പ്രായം കുറവെന്ന് തോന്നുന്നു. പക്ഷെ മുതുക്കല്ലേ ഏറ്റവും പ്രായം കൂടുതൽ അവനാണ്. ഫോക്കസ് ചെയ്ത് 22 വയസ്സുണ്ടോ അവൻ? കണ്ടാ 21 ഈ കൂട്ടത്തിൽ ഒക്ടോബർ 1-ാം തീയതി 21. ഞാൻ പറയട്ടെ അണ്ണ, നീ മാസം പറയണ്ട, വർഷം മാത്രം. ഈ കൂട്ടത്തിൽ ഏറ്റവും ഉള്ളത് ഞാനാണ്. അതിന്റെ അടുത്ത ആള് ഞാനാണ്. ഇപ്പൊ കറക്റ്റ് ഓർഡറിലാണ് ഇരിക്കുന്നത്. അതെങ്ങനെയാ? നിനക്ക് കഴിഞ്ഞ മാസത്തെ പെൻഷൻ കിട്ടിയ? എന്റെ പെൻഷന്റെ ചെലവിലാണ് കുറച്ച് നാള് മുമ്പ് വൈകല്യ പെൻഷൻ. എനിക്ക് പഠിക്കണമെന്നുണ്ട്. ഇവിടെ അങ്ങോട്ട് കാണിച്ചോണ്ട് ഇത്ര സപ്ലി വാങ്ങിയാണ് ഇരിക്കണേ. എണ്ണത്തിലുള്ള കാര്യം നമ്മൾ ഫോക്കസ് ചെയ്യണം. സപ്ലി നമ്മൾ എപ്പോഴാണ് നമുക്ക് എഴുതിയെടുക്കാം. നമ്മള് ഗോൾസിൽ ഫോക്കസ് ചെയ്യാം. നമ്മളുടെ മൈൻഡ് സെറ്റ് നമ്മൾ പിടിച്ചു നിർത്തുക. നമ്മള് അതാണ് സപ്ലിയുടെ എണ്ണത്തിൽ കാര്യമില്ല. വീട്ടുകാര് പൈസ കൊടുക്കണേ. ഞാൻ മൊഴിയുന്നില്ലേ? അടിച്ചു വിടാ അങ്ങോട്ട്. അപ്പോ അരുണിന്റെ ഒരു തക്കുണ്ട്. പറയളിയാ എന്താ പോലെ അവൻ പിണങ്ങി പോണ്ടാ. അവനും ഇങ്ങനെയാണ്, അവന്റെ അച്ഛനും ഇങ്ങനെയാണ്. വാടാരുണേ സുഹൃത്തുക്കളെ, നാണമില്ലാതെ ഒരുത്തും നടന്നു വരുന്നു. വീഡിയോ എടുക്കാൻ വന്നല്ലേ, എടുത്തിട്ട് പോവാ. ആര് വിളിച്ച്, ആര് ക്ഷണിച്ച് വീഡിയോക്ക്? ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അടുത്ത വ്ളോഗിൽ നമ്മൾ പറയുന്നതാണ്. കമന്റ് ഇട്ടാ നിങ്ങൾക്ക് ഇടല്ലേ. അതിന്റെ ഒരു നല്ലവരായ നാട്ടുകാരെ നിങ്ങൾ ഇടല്ലേ, അത് നമ്മൾ പറയുന്നതാണ്. സുഹൃത്തുക്കളെ, നമ്മളിവിടെ നിന്ന് ബോർ അടിച്ചപ്പോ നമുക്ക് എന്തൊരു ഗെയിം കളിക്കാം? മാർഷ്യൽ ആർട്സ്.
നീ എന്നെ പഠിപ്പിക്കില്ലേട്ടാ, ഞാൻ ഇന്നും ഇന്നലെ ഒന്നല്ല ഈ പരിപാടി തുടങ്ങി. നീ എന്നോട്ട് തുടങ്ങിയതിന്റെ ഞാൻ കാര്യം മനസ്സിലായല്ലോ. ആ പറഞ്ഞ സാധനം കളിക്കാൻ പോ. അപ്പൊ നമുക്കത് ടീം ഞാനും വരണം. എനിക്ക് ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക്. നീ ഒറ്റയ്ക്ക് മതിയാ? വേണ്ട, നീ പോയാ. അപ്പം ഞാനും യദുവും ടീം, അമലും അരുണും ടീം. ഓക്കെ, ഗെയിമിലോട്ട് കിടക്കാം. ഫസ്റ്റ് അരുൺ ഒരു പേര് രാഹുലിന്റെ ചെവി പറഞ്ഞു കൊടുക്കുവേ. ആ ഓക്കെ, പറഞ്ഞു കൊടുക്കും. ഏതെങ്കിലും സിനിമയുടെ പേര്, മാർഷ്യൽ ആർട്സ് അല്ല. ഓക്കെ, സിനിമയുടെ ഞാൻ എങ്ങനെയാടാ കാണിക്കണത്? എണീറ്റ് കാണിച്ചു കൊടു. ഞാനല്ലേ അത് അവൻ മനസ്സിലാക്കി പറയാറുള്ളൂ. ഓ ഓക്കെ, പറയൂ. ഉമ്മ. കവളിയിലൊരു ഉമ്മ. നീ എതിർത്തേം അല്ലേ? ആ എനിക്ക് എന്തൊരു തോന്നിയ ദിവസം വേണേലും പറയാം. എന്തൊരു പറയാമോ? ലാലേട്ടന്റെ സിനിമയാണ്. പണ്ടത്തെ സിനിമ. മൂത്താശാരി. ഇപ്പോഴത്തെ സിനിമ. മൂത്താശാരി. ഇപ്പോഴത്തെ പണ്ടത്തെ സിനിമ. പണ്ടത്തെ മൂത്താശാരി. ഓക്കെ, ലാലേട്ടൻ ഉണ്ട്. ലാലേട്ടൻ ഉമ്മ കൊടുക്കണം. അതൊക്കെ എല്ലാവർക്കും ഉമ്മ കൊടുക്കും. ലാലേട്ടന് ഉമ്മ കൊടുക്കണം. കവള്. രാഹുലിന്റെ ഒന്നിന് വേണം. ഒന്നിന് വേണം. സിറ്റ്. ഒന്നിന് മമ്മൂട്ടി. സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ കൊച്ച്. സുരേഷ് ഗോപി കൊച്ചാ? കൊച്ച്. സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപി ഉണ്ട്. ഓക്കെ, സുരേഷ് ഗോപിക്ക് വയറുണ്ട്, 5 പിള്ളേരുണ്ട്. സുരേഷ് ഗോപി പ്രസിഡന്റ്. സുരേഷ് ഗോപി പ്രസവിക്കുന്നില്ല. ടൈം ഔട്ട് ആവാറേ. അല്ലെ ടിക് ടിക് എണ്ണളിയാ. ഇവരെ കൊണ്ടൊന്നും ടൈം ഔട്ട് ആയിട്ട് ആ മതി ഉലയാടി മതി. ആ ടൈം ഔട്ടായി, ടൈം ഔട്ടായി. ശരി എന്നാ ഇനി അടുത്ത അമലിൻ്റെ അരുണിൻ്റെയും ടൈമാണ്. അപ്പോൾ ഞാൻ സിനിമ പേര് പറഞ്ഞു കൊടുക്കും. അത് അമലിന് അരുൺ അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ അഭിനയിച്ചാൽ നടന്നു പറഞ്ഞു. ബാക്കി ചോറിന് നൂഡിൽസ് അതൊന്നിന് കോരി കൊടുക്കണ കഞ്ഞി. അതെന്താ? 3 അക്ഷരം, 4 അക്ഷരം. കഞ്ഞീര് വേറെയാ. ബാക്കി പറ. അതൊന്നൊരു മണി മണി, കാൽപാദോ, ഡാൻസ്, ചെലങ്ക. തെലങ്ക. എന്താടേ ഇവൻ പടം മാറിപ്പോയി. ടൈം ഉണ്ട് കേട്ടാ. മണിയടിയാ, പൂജ, ചെവിയാ, ചെവി, കേൾവി. അത് സ്ട്രോങ് ഉണ്ട്. അത് വേറെ എന്ത് ചെയ്യണ്ട. ചെരുപ്പാ, ഷൂസ്, പാന്റ്. ടൈം ഔട്ട് ആവാറായേ. ടൈം ഔട്ട്. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5. തീർന്നു. നമ്മളൊരു പേര് ഡിസ്കസ് ചെയ്യണം. പേര് ഇങ്ങോട്ടോ അത് കേൾക്കും. പേരെന്താണെന്ന് വെച്ചാല് സലാം കാശ്മീർ. കേട്ടാടാ നീയൊക്കെ? പറഞ്ഞോട്. അതേ സിനിമ കേട്ടിട്ടില്ലേ? അവനറിയാം, പറഞ്ഞു കൊടുത്താൽ മതി. രാഹുലിനറിയാം. അല്ലല്ലോ, ഒന്നോട് പറയുന്നവരുണ്ട്. പടം ക്ലിയർ ആയിട്ട് പറഞ്ഞു. നീ എത്ര പറയോ? ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അതന്നെ അവൻ കേട്ടെന്ന് തോന്നുന്നു. പൊട്ടൻ. സത്യം കേട്ടില്ല. പറ. 3 അക്ഷരം, 3 വാക്ക്. കഞ്ഞി. 3 വാക്കിന് മുമ്പ്. 3 വാക്കിന് മുമ്പ്. സോമം. 3 വാക്ക്. 3ാമത്തെ വാക്കാണ് പറയാൻ പോകുന്നത്. തോക്ക്. ബീസ്റ്റാ. ഓ ബീസ്റ്റ്. പടക്കം. സ്ക്രീൻ. പുത്തൻവെടി. വെടി. പട്ടാളക്കാര്. ചീറ്റുന്നു നോക്ക്. വെള്ളം ചീറ്റ്. പട്ടാളക്കാര് ഉറങ്ങുന്നു. പട്ടാളക്കാര് ഉറങ്ങുന്നു. ബോംബിട്ട്. ചുമ്മാരടാ. പട്ടാളക്കാര് ഉറങ്ങുന്നു. പട്ടാള ക്യാമ്പ്. മറ്റേ മമ്മൂട്ടിയുടെ പടമാണ് ഇത്. ഉറക്കം. പട്ടാളക്കാര് ഉറങ്ങുന്നു.
ഫസ്റ്റിലെ അക്ഷരമാണ് കാണിക്കണത്. പട്ടണക്കാരെ ഉറങ്ങുന്നു. ക്യാമ്പ് വീട് ക്യാമ്പിന്റെ മണ്ട എന്തിരുന്ന കഞ്ഞിയഞ്ചി ക്യാമ്പിനുണ്ടെ പൈപ്പ് ക്യാമ്പിന് ടി വി വെച്ചിട്ടുണ്ട്. രാവിലെ ടി വി ഉണ്ട്, സീരിയലുണ്ട്. ഈ മണ്ടനെ അടിക്കാറിയാതെ ടിക് ടിക് 1 ടിക്. ഗൈസ് തീർന്നു. ബൈ ബൈ. അടുത്ത അമ്മക്കുണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പേര് രസിക്കാൻ സിമ്പിളാണ്, പറയാൻ നോക്കാം. മണ്ടന്മാരെ നമുക്ക് നോക്കാം. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ. കുഞ്ഞൻ പേരാണ്. എന്താണ് ബൊമ്മക്കുട്ടിയോ? കോമാളിയ വീടോ? ബൊമ്മക്കുട്ടി കാർട്ടൂൺ രാവിലെ ബൊമ്മ കാളക്കുട്ടി. ഇത് പാണ്ടി, തമിഴൻ പാണ്ടി. ജല്ലിക്കെട്ട് കാള കാള. ടാറ്റാ സുമോ. മനസ്സിലായി ചൈന ടൗൺ. ഓക്കേടാ സൂപ്പർ. ഗൈസ് ഇതേ സിമ്പിൾ കൊടുക്കത്തില്ല ഇനി ഒരിക്കലും. ഇതേ സിമ്പിൾ കൊടുക്കത്തി. രാഹുല് ഇതിന്റെ അപ്പുറത്തിരിക്കുന്നതായിരുന്നു രാഹുല് വെറും മണ്ടനാണ്. രാഹുല് മാനത്ത് പോയെ. ടിക് ടിക് 1 ടിക് ടിക് 2 ടിക് ടിക് 3 ടിക് ടിക് 4 ടിക് ടിക് 5. ടൈം അവസാനിച്ചിരിക്കുന്നു ഗൈസ്. എന്നെ കൊണ്ടൊന്നും ഗൈസ് അപ്പം ഗെയിമിൽ ആരും ജയിച്ചില്ല, രണ്ടുപേരും തോറ്റ്. നമ്മൾ ജയിക്കല്ലേ? കട്ടിയുള്ള പേരൊക്കെ എന്തൊരു സിമ്പിള്. നമ്മ കൊറേ സൽമാൻ ഇൻ കാശ്മീർ, കൊറേ സൽമാനല്ല സലാം സൽമാൻ നമ്മളെ സൽമാൻ കാശ്മീര് ഫണ്ണിന് വേണ്ടിയിട്ടാണ്. പറഞ്ഞുകൂടാ. പിന്നെ സിനിമയിലൊന്നും പറഞ്ഞില്ല, കാശ്മീർ ഒന്നും പറഞ്ഞില്ല. ഫൺ, ജസ്റ്റ് ഫോർ ഫൺ. മിലിറ്ററി ഇന്റലിജൻസ് വിങ്ങിന്റെ മറ്റേ സാമാനാണോ അപ്പം ഗൈസ് ഇതൊക്കെ ഇന്നത്തെ പരിപാടി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ല് അടിച്ചു പൊട്ടിക്കാം.